സംഘപരിവാർ നരേറ്റീവിന് ആനുപാതികമായിട്ട് അഭിലാഷ് സംസാരിച്ചു. അഭിലാഷിന്റെ മതേതര ബോധ്യത്തെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്റെ മതേതരത്വത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ മാത്രം ഈ കെ പി നൗഷാദ് അലിയും ഷിജു ഖാനും ഒക്കെ അത്രയും ആധികാരികത ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ 18 കൊല്ലം പണിയെടുത്ത സർട്ടിഫിക്കറ്റ് ഇപ്പൊ യൂട്യൂബ് നോക്കിയാൽ കിട്ടും. ഇങ്ങനെയാണ് വഖഫ് ബോർഡ് വിഷയം, മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് ഈ രാത്രിയിൽ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. മൈനാജി വഖഫ് ബോർഡ് കൂടിയാണ് മുത്തവല്ലി പ്രതിനിധിയായി. പക്ഷെ മൈനാജി ഇന്ന് വയനാട്ടിലെ തവിഞ്ഞാലിൽ നിന്ന് വന്ന ഒരു വാർത്ത, അവിടെ 5 കുടുംബങ്ങൾ വഖഫ് ബോർഡിന്റെ നോട്ടീസ് സ്വീകരിച്ചിരിക്കുകയാണ്. 5 കുടുംബങ്ങളിൽ 4 കുടുംബങ്ങളും മുസ്ലിം മതവിശ്വാസികളാണ്. ഒരാൾ ഫൈസിയാണ് എന്ന് മാത്രമല്ല അവിടുത്തെ പള്ളിയിലെ പുരോഹിതനുമാണ്. അവർ വളരെ കാലമായി അനുഭവിക്കുന്ന വാങ്ങിയ ഒരാളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ ഭൂമി ഇപ്പോൾ കരമടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ രേഖയും കൊണ്ടുവരൂ എന്ന നോട്ടീസ് നേരിടുകയാണ്. വഖഫ് ബോർഡ് ഈ ചെയ്യുന്നത് ശരിയാണോ? ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളിൽ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയല്ലേ? അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. അത് തന്നെയാണല്ലോ ഇവിടെ ഈ വഖഫ് നിയമത്തിനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അപ്പൊ ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമി എന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖയുമായി ഒരു വ്യക്തിക്ക് നടക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഭീഷണിയും ഭീതിയും വളരെ വലുതാണ്, ഉണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അതിന് മതജാതി വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വഖഫ് ബോർഡ് ഒഴിവാക്കേണ്ടതല്ലേ? ഒരു പ്രാഥമിക പരിശോധന പോലും നടത്താതെ നോട്ടീസ് അയക്കുക എന്ന സമീപനം സ്വീകരിച്ചാൽ അത് എത്രമാത്രം ഗുണകരമാകുമെന്ന് ആലോചിക്കണ്ടേ? ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. സഹിതം ഒരു പരാതി കൊടുത്താൽ വഖഫ് ബോർഡ് അത് പരിശോധിച്ച് പ്രാഥമിക പരിശോധന നടത്തി അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുള്ളൂ. അല്ലാതെ ഒരു പരാതി കിട്ടുമ്പോഴേക്ക് അരിജിപ്പുറത്ത് മറുപടി എന്നുള്ള നിലയിൽ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്ന ഏർപ്പാടല്ല വഖഫ് ബോർഡിൻ്റെത്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഈ 2 തവിഞ്ഞാൽ അംശത്തിലെ ഈ 2 സർവേ നമ്പറുകളിലുള്ള ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒഴിപ്പിക്കണ്ടെങ്കിൽ നിങ്ങൾ രേഖയുമായി വരൂ എന്ന് പറയാണ്. അപ്പോൾ അവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവർ ഞെട്ടിപ്പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരാൾ പള്ളി പുരോഹിതനാണെന്ന് പറഞ്ഞാൽ വഖഫ് ആക്റ്റും ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഫൈസി ബിരുദമുള്ള ആളാണ്. അമ്പരന്ന് പോവാണ്. അദ്ദേഹം പറയാണ്, ഞാൻ 98-ൽ കൃഷ്ണൻകുട്ടി എന്ന ആളുടെ പക്കൽ നിന്ന് വാങ്ങിച്ച ഭൂമിയാണിത്. ഇത് ഉപയോഗത്തിലുള്ള ഭൂമിയാണ്. ഞാൻ ജനിക്കുന്നതിന് മുൻപേ കൈമറിഞ്ഞ് വന്നിട്ടുള്ള ഉപയോഗത്തിലുള്ള ഭൂമിയാണ്. അപ്പോൾ ഏത് ഭൂമിയിലും ആർക്കും ഒരു പരാതി കൊടുക്കാം, അതനുസരിച്ച് നോട്ടീസ് വരണം. ആ നോട്ടീസ് കിട്ടിയ ഉടനെ ഇതിന്റെ പൊസഷൻ ഈ വഖഫ് ബോർഡിനെ ബോധിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതം എത്ര ഗുരുതരമാണെന്ന് അങ്ങേക്ക് അറിയാത്തതാണോ ഷിമൈനാജി? ഒന്ന് മനസ്സിലാക്കണം, ഇത് ഞാനായിട്ട് മാത്രം എടുത്ത തീരുമാനമല്ല. ബോർഡ് മീറ്റിംഗ് അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. ഇല്ല, ഒരു പ്രത്യാഘാതത്തിന്റെ പ്രശ്നമില്ല. ഒരു ഭൂമി അഭിലാഷ് ഒരു ഭൂമി കൈവശം വെക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഭൂമിയുടെ മേൽ മറ്റൊരു അവകാശം ഉന്നയിച്ചാൽ അതല്ല, അത് എന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള രേഖകളും ഈ രാജ്യത്തുണ്ടാവും. അത് കാണിച്ച് തെളിയിക്കേണ്ട ഒരു വിഷയം മാത്രമേ അതിലുള്ളൂ. റേഷൻ കാർഡ് ഉണ്ടാ? അതിന്റെ കോപ്പിയും തിരിച്ചറിയക്കാരന്റെ കോപ്പി അതിലുണ്ടല്ലോ. അത് പോരല്ല കേടി, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാ? ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. അത് ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല. നോക്കൂ, അടുത്ത വേറെ നോട്ടീസ് ഞാൻ വായിക്കാം. 16/9/2023 വഖഫ് ബോർഡ്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് കൊടുത്തിട്ടുള്ള വേറൊരു നോട്ടീസ് ഞാൻ വായിക്കാം. പുതിയ പരാതി എഴുതിക്കോ. 5 ഏക്കറിന് മുകളിൽ വരുന്ന വഖഫ് വസ്തുക്കൾ തിരിച്ചുപിടിക്കുന്നത് സംബന്ധിച്ച് ബോർഡിന് മുമ്പാകെ ഉണ്ടായിരുന്ന ഹർജിയിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് താഴെ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട്. ഇവർ പറയാണ്, എത്രയോ കാലമായി 5 തലമുറയായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്താണ്. അവർ 2021-22 വരെ അവിടെ നികുതി അടച്ച് എല്ലാ നിലയ്ക്കും ജീവിച്ചിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഇപ്പൊ നോക്കൂ, അവരുടെ ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല. ഭൂമി വിറ്റിട്ടൊരു കല്യാണം നടത്താമെന്ന് വെച്ചാൽ പറ്റുന്നില്ല. ആ ഭൂമി പണയപ്പെടുത്തിയിട്ട് ഒരു ലോൺ എടുത്തിട്ട് വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാന്ന് വെച്ചാൽ പറ്റുന്നില്ല. ഈ നടപടിക്രമം കൊണ്ട് എത്ര മനുഷ്യരാണ് ബുദ്ധിമുട്ടുന്നത് മൈനാജി? ഇതൊരു നിസ്സാര പ്രശ്നമായിട്ട് എങ്ങനെ കാണരുത്? ഓക്കെ, നിങ്ങൾക്ക് രേഖയില്ലേ, ആ രേഖ വന്ന് തെളിയിച്ചാൽ പോരെ എന്നൊക്കെ വളരെ കാഷ്വൽ ആയിട്ട് പറയല്ലേ? നിങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി പറയുന്നതല്ല ശരി. കുറച്ചു ദിവസത്തേക്ക് കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി. ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എത്ര കാലവും എത്ര സമയവും എത്ര എഫർട്ടും അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഒറ്റ കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. താങ്കളുടെ കോഴിക്കോട് ഉണ്ടായ വിഷയമാണ്. കോഴിക്കോട് വെള്ളിമാട് കുന്നിനടുത്ത് മേരിക്കുന്നിൽ ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. ആ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് JDT ഇസ്ലാമിന്റെ കെട്ടിടത്തിലാണ്. അവർക്ക് ഒരു വാടക കരാർ ഉണ്ടായിരുന്നു. ആ കരാർ അനുസരിച്ച് JDT ഇസ്ലാമിന്റെ കെട്ടിടത്തിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പോസ്റ്റ് ഓഫീസ് 2004 ആയപ്പോൾ അവർക്ക് ആ കെട്ടിടത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണം, അതുകൊണ്ട് വേറൊരു കെട്ടിടം കൊടുത്തു.
അവരുടെ തന്നെ കോംപ്ലക്സിൽ. അങ്ങനെ വേറൊരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവരോട് ഈ വാടകക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു, കെട്ടിടം തേടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ, പോസ്റ്റ് ഓഫീസ് അവിടെ നിന്ന് മാറ്റിയാൽ വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ. അതിനിടയിൽ ഈ പറഞ്ഞ എവിക്ഷൻ പ്രൊസീഡിങ്സ് നടന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ ഭാഗമുള്ള ആ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരായ പോസ്റ്റ് മാസ്റ്റർക്കും പോസ്റ്റ്മാനുമെതിരെ ഈ വഖഫ് ആക്ടിന്റെ 152A അനുസരിച്ച് ക്രിമിനൽ കേസ് എടുത്തിരിക്കുകയാണ്. നോക്കൂ, അത് ആ വകുപ്പിന്റെ ദുരുപയോഗമല്ലേ? ഒരു പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കം, സാധാരണ ഇപ്പോൾ വാടക ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എത്രയൊക്കെ തർക്കങ്ങൾ ആരൊക്കെ തമ്മിൽ നടക്കാറുണ്ട്, സ്വാഭാവികമായി നടക്കുന്ന തർക്കമല്ലേ. അവിടെ ഈ വഖഫ് ആക്ടിന്റെ 152A പ്രയോഗിക്കുകയും പോസ്റ്റ്മാനെയും പോസ്റ്റ് മാസ്റ്ററെയും ക്രിമിനൽ കേസിൽ പ്രതിയാക്കുകയും ചെയ്തു. ഇന്ന് കേരള ഹൈക്കോടതി ആ കേസ് ക്വാഷ് ചെയ്തിട്ടുണ്ട്, ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന ഒരു ആക്ടാണ് ഈ 2013 ഭേദഗതി എന്നുള്ളത് വസ്തുതയാണ്. അത് അഭിസംബോധന ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക? ശ്രീ മൈനാജി, ഒരു നിയമത്തിന്റെ ദുരുപയോഗത്തിന്റെ ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ അല്ലേ? ഒരു പോസ്റ്റ്മാനെയും പോസ്റ്റ് മാസ്റ്ററെയും ഈ വഖഫ് ആക്ടിലെ 152A അനുസരിച്ച് ക്രിമിനൽ കേസിൽ പെടുത്തത് ശരിയായിരുന്നോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇപ്പൊ നോക്കൂ, 2014 നടന്ന സംഭവമാണിത്. ഇതിപ്പോ 2024 10 കൊല്ലം. നിങ്ങളൊരു മാധ്യമം ദുരുപയോഗം ചെയ്യരുത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഇവിടുത്തെ ഒരു മനുഷ്യാവകാശ പ്രശ്നത്തിന് മുകളിൽ ഇങ്ങനെ ഒരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലെ 2 ഉദ്യോഗസ്ഥർ, അവരെ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണല്ലോ. പോസ്റ്റ് ഓഫീസ് മാറ്റിയില്ല എന്ന് പറഞ്ഞ അവർക്ക് നേരെ ക്രിമിനൽ കേസ് എടുക്കുകയാണ് എന്ന് പറയുന്നത് എന്ത് നീതിരാഹിത്യമാണ് സാർ? അതിന് 10 കൊല്ലം അവർ കേസ് നടത്തി ഒടുവിൽ ഹൈക്കോടതിയിൽ പോയിട്ടാണ് കേസ് ക്വാഷ് ചെയ്യിച്ചത്. മൈനാജി, 10 കൊല്ലം അവര് 10 കൊല്ലം കോടതി കയറി ഇറങ്ങിയാണ്, ഹൈക്കോടതിയിൽ നിന്നാണ് ഒടുവിൽ ആ കേസ് ക്വാഷ് ചെയ്യിച്ചത്. ഇതാ നിന്റെ കുഴപ്പം. ഇത്ര ആത്മാർത്ഥ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ 2 സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവർ ആ ഓഫീസിൽ ജോലി ചെയ്തു എന്ന കുറ്റം മാത്രമേ ഉള്ളൂ. അവർക്കെതിരെ 152A ചുമത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നീതിരാഹിത്യമല്ലേ? ഇത്തരത്തിലുള്ള നീതിരാഹിത്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയിൽ വേണ്ടേ ഇതിന്റെ ഔട്ട്പുട്ട്? അതല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും സ്വത്ത് പിടിച്ചെടുക്കുന്ന വിഷയമൊന്നുമല്ലല്ലോ. ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന മട്ടിൽ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ ശ്രീ മൈനാജി? അങ്ങനെ വരണ്ടേ കാര്യങ്ങൾ? അതിന്റെ ഗുണവും പറയണ്ട. ഹൈക്കോടതിയിൽ പോയി ഇത് ക്വാഷ് ചെയ്യാനുള്ള അവകാശം അവർക്ക് ഉണ്ടായത് എങ്ങനെയാ? 10 കൊല്ലം പോയില്ലേ? 10 കൊല്ലം നിയമ പോരാട്ടത്തിന് കളയേണ്ടി വന്നില്ലേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഏകപക്ഷീയമായി മാതൃഭൂമി പോലെയുള്ള ചാനൽ വെച്ച് ഏകപക്ഷീയമായി ഇവിടുത്തെ ചില വർഗീയവാദികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഭൂമി കിടക്കുന്നവര് അവകാശം ചോദിച്ചാൽ വർഗീയവാദികളാണ്. ഇതിപ്പോ വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ഞാൻ ചോദിച്ചല്ലേ. ഈ സംഘപരിവാർ നരേറ്റീവുകൾ അഭിലാഷ് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച ഒരു സംഘപരിവാർ നറേറ്റീവ് പറയാം, എന്നിട്ട് ബാക്കി നമുക്ക് ചർച്ച നടത്താം. ഇയാളെയൊക്കെ വേഗം പറഞ്ഞു വിടാൻ നോക്ക്. ഇവിടെ കച്ചേരി നടത്തുന്ന സ്ഥലമല്ല. നടപടികൾ പുരോഗമിക്കുന്നതും എല്ലാ പൊതുസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അഭിലാഷ് ആവർത്തിച്ചു പറയുന്നു, വഖഫ് ബോർഡിന് നാട്ടിലെ ഏത് ഭൂമിയും തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കാമെന്ന്. എന്തൊരു ഭംഗത്തമാണ് അഭിലാഷ്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കൊല്ലം മുമ്പ് ശ്രീ നൗഷാദ് ഇതിനെ സ്ട്രോമാൻ ഫാലസി എന്ന് പറയും. അതായത് പറയാത്ത ഒരു കാര്യം പറഞ്ഞു നിങ്ങളത് പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല കേട്ടോ എന്ന് ചർച്ച ചെയ്തതിനെയാണ് നമ്മൾ ആ രീതിയിലുള്ള സംവാദമായി നിങ്ങൾ പ്രേക്ഷകർ അങ്ങനെ തന്നെയാണ് വിചാരിക്കുക. പ്രേക്ഷകർ അങ്ങനെയല്ല, പ്രേക്ഷകർ ബുദ്ധിയുള്ള ആളുകളാണല്ലോ. അതെന്തിനാണ് പ്രേക്ഷകർ അങ്ങനെ വിചാരിക്കുന്നത്? സൂചി കുത്താൻ ഇടം കിട്ടി, ഇനി നമ്മൾ നൊഞ്ഞു കയറി കൊട്ടാരം മൊയ്മം പിടിച്ചടക്കും. ആലംബന പ്രശ്നം വരുമ്പോ അതിന് വേറെ അങ്ങനെയാണ് ഇങ്ങനെയാണ് രാഷ്ട്രീയമാണ് അങ്ങനെ പറയരുത്. നമ്മള് ഇല്ല ഒരു കാരണവശാലും പക്ഷേ വിഷയമാണ് അഭിസംബോധന ചെയ്യപ്പെടേണ്ടത്. വിഷയമാണ് അഭിസംബോധന ചെയ്യപ്പെടേണ്ടത്. അതിനെ നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞതുപോലെ കാര്യമില്ല. അല്ല, വഖഫ് ബോർഡ് ആരുടെ അല്ലല്ല, ഞാൻ നിങ്ങളുടെ മതേതര ബോധത്തെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ വഖഫ് ബോർഡ് ആരുടെ ഭൂമിയിലും കയറി എപ്പോ വേണമെങ്കിലും അവകാശം സ്ഥാപിക്കാൻ നോട്ടീസ് അയക്കുന്ന ഒരു കിരാത സ്ഥാപനമാണ് എന്ന് പറഞ്ഞു വെക്കരുത്. അതിനൊക്കെ സുരേഷ് ഗോപിയുടെ നിലപാട് സുരേഷ് ഗോപിക്ക്, മറ്റുള്ളവരുടെ നിലപാട് മറ്റുള്ളവർക്ക്. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കും. ഈ
മതങ്ങൾ തമ്മിലും വിശ്വാസികൾ തമ്മിലുമുള്ള ഒരു സഹവർത്തിത്വത്തെ ബാധിക്കുകയും അത് കളങ്കപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് ഒരു ടെലിവിഷൻ ചർച്ച ഒരു കാരണവശാലും മാറരുത്. ഞാൻ സൂചിപ്പിക്കുകയാണ്. നീ ചിരിക്കണ്ട, നിന്റെ ഫ്രണ്ടിന് ബെല്ലടിച്ച് ബാക്കിൽ വന്നാലേ കാണാൻ പറ്റുന്ന കുറെ നേരമായി വയനാട്ടെ പ്രശ്നം ഇവിടെ നിങ്ങൾ കുറെ സംസാരിച്ചല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, വിവരമില്ലാത്ത കമ്പിക്കടിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ നീണ്ട നേരം സംസാരിച്ചു. വയനാട്ടിലെ പ്രശ്നം എന്താണ്? ബന്ധപ്പെട്ട രേഖകൾ വെച്ച് നാളെ നിങ്ങൾ 1 മണിക്കൂർ വെച്ചോ. ഞാൻ കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് കയറിക്കോളാം. കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് കയറിക്കോളാം. ഞാൻ ഇന്ന് കാസർഗോഡേക്ക് പോവുക. നിങ്ങളുടെ കയ്യിൽ മാത്രമേ രേഖയുള്ളൂ. എന്റെ നിങ്ങൾ നീണ്ട നേരം ചർച്ച രേഖകൾ എന്റെ പക്കലില്ല. കേരളത്തിൽ എവിടെയൊക്കെയാണ് ഓരോ സംഭവം ഉണ്ടാകുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നാളെ ചർച്ച ചെയ്യാം. കാസർഗോഡ് ട്രെയിൻ യാത്ര ക്യാൻസൽ ചെയ്ത് കാസർഗോഡ് എന്റെ 8:50 ട്രെയിൻ യാത്ര ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ ആ രേഖ കൊണ്ടു അല്ല വൺ മാൻ ഷോ ആണിത്. അഭിലാഷിന്റെ വൺ മാൻ ഷോ ആയുധമായി മാറുന്നു. നിങ്ങൾക്ക് എന്ത് പറയാം? പി ജയരാജൻ ആരുടെ കയ്യിലെ ആയുധമാണ്? നിങ്ങളുടെ ടോൺ സുരേഷ് ഗോപിയുടേതാണ്. ടോൺ ഗോപാലകൃഷ്ണന്റേതാണ്. ഇതേ തുറന്ന് കാട്ടപ്പെടുമ്പോ ചെമ്പ് തെളിയുമ്പോ ഉള്ള വാദമാണ്. ചെമ്പ് തെളിയുമ്പോ ഉള്ള വാദമാണ് ഷിജു. പി ജയരാജൻ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയം നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പി ജയരാജൻ ആരുടെ രാഷ്ട്രീയമാണ് അവതരിപ്പിച്ചത്? പി ജയരാജൻ ഇന്നാ വീട്ടിൽ പോയല്ലോ. പി ജയരാജൻ ആരുടെ വിഷയമാണ് ഉന്നയിച്ചത്? ഷിജു അത് പറയൂ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നിങ്ങൾക്ക് വർഗീയവാദം തുറന്നു കാട്ടപ്പെടുമ്പോ മറ്റുള്ളവരും വർഗീയവാദികളാണെന്ന് തോന്നും. സ്വാഭാവികമാണത്. എനിക്കത് ഒരു പരാതിയില്ല. എന്റെ മെക്കെട്ടങ്ങനെ കേറിയണ്ടല്ലോ. താങ്കൾ അറിയാത്ത വിഷയമാണെങ്കിൽ പ്രതിജ്ഞാബദ്ധമാണ്. കാസർഗോഡ് കണ്ണൂരെന്ന് ഇറങ്ങിയിട്ട് നിയമവാഴ്ചയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിയമത്തിൽ പെശകുണ്ടെങ്കിൽ ആദ്യം തിരുത്തണമെന്ന് ഞങ്ങൾ പറയും. എല്ലാ സുപ്രീം കോടതിയിലായാലും കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ശ്രമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം? കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. സംഘടനയെ അതിന്റെ ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റാണ് അഭിലാഷ്, തെറ്റാണ്. തകർക്കാൻ നിങ്ങളുടെ ശ്രമം. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒന്നും മിണ്ടാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ നിലപാട് പറയാം. ഞാൻ നിങ്ങളുടെ നിലപാട് പറയാം. എന്റെ അടുത്ത കളി ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പാരമ്പര്യമല്ല, മാതൃഭൂമിക്ക് ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നിങ്ങൾ കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. നിങ്ങളുടെ പ്രഖ്യാപന നിലപാട് എന്തായിരുന്നു എന്ന് പറയാൻ ഒരു നിമിഷം മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു ഞാൻ വിശദീകരിക്കാം.
ഞാൻ വിശദീകരിക്കാം. എന്റെ അഭിലാഷം അതുകൊണ്ട് ഒച്ച എടുത്തിട്ടൊന്നും നിങ്ങൾ ഒരു ഇപ്പോൾ കാര്യവുമില്ല നിങ്ങളാണ് ഒച്ച ഷിജു. എടുത്തത്. ഒച്ച എടുത്തിട്ട് ഈ ഒരു ചർച്ചയിൽ കാര്യവുമില്ല. ഉടനീളം നിങ്ങൾ ഒച്ച എടുത്തു. നിങ്ങൾ എന്ത് വിചാരിച്ചു? ഒരു കാര്യവുമില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? 50-ലെ ചരിത്രം പറയാം. നിങ്ങൾ ഒരു ചരിത്രവും പറയണ്ട. നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുന്ന കേസിന്റെ ഒരു മിനിറ്റ് വെളിച്ചത്തിൽ മിണ്ടാതിരുന്നാൽ പോലും പിണറായി വിജയൻ കേരളത്തോട് പറഞ്ഞു. ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു ഞാൻ പറയാം. ഞാൻ പറയുന്നത് പേടിയുണ്ടല്ലോ ഒച്ച നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ നിലപാട് മതസൗഹാർദ്ദം തകർക്കാനാണ്. ഞാൻ പറയുന്ന ടെലിവിഷൻ പേടിയിലല്ലേ ബഹളം വെക്കുന്നത്? നിങ്ങളെ പോലുള്ള ഒരു ആങ്കറുടെ ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ ഉണ്ടാവും. നിങ്ങൾ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? എന്താണ് ഇത്? This is not ethics. ഇത് മീഡിയ എത്തിക്സ് അല്ല. ഒരു മണ്ടൻ ഒരു പൊട്ടൻ. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ എത്തിക്സ് ഉണ്ടായിരുന്നോ? പൊളിറ്റിക്കൽ എത്തിക്സ് ഉണ്ടായിരുന്നോ? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ഞാൻ പറയാം. ഞങ്ങളുടെ തെറ്റെന്ത്? ഞാൻ പറയാം. നിലവിലുള്ള നിയമപ്രകാരം ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. പറ്റുമോ? പറഞ്ഞോ, നിങ്ങൾ ശരി, ഓക്കെ. ഇപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? സമരം ചെയ്യാനും അലമ്പുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. UDF നിയമസഭയിൽ പറഞ്ഞത് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത്, അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതായിരുന്നു UDFന്റെ നിലപാട്. എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? മന്ത്രി വഖഫിന്റെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ 12/12/2022 പറഞ്ഞതാണ് പ്രഖ്യാപന നിലപാട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇപ്പോ കരമടക്കാൻ അനുമതി കൊടുത്തിട്ടുള്ളത് താൽക്കാലികമാണ്. UDFന്റെ നിലപാട് അതല്ല. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണം. ആരെങ്കിലും എഴുതി തരുന്ന നിങ്ങൾ വായിക്കുന്നത്? പഠിച്ചിട്ടാണ് വന്നതെന്നൊക്കെ കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് മനസ്സിലായി. അത് ശരി. വേണ്ട, കൈവിട്, വേണ്ട, വേണ്ടെന്ന് പറഞ്ഞു. ആളിനെ നമുക്ക് മനസ്സിലായി. നിങ്ങള് ഫറൂഖ് കോളേജിന്റെ കേസ് നിങ്ങൾക്ക് പറയാൻ അറിയാത്തത് അതുകൊണ്ടാണ്. വഖഫ് നിയമം നിങ്ങൾ ഉദ്ധരിക്കാത്തത് അതുകൊണ്ടാണ്. ഹൈക്കോടതിയിലെ കേസ് നിങ്ങൾ ഉദ്ധരിക്കാത്തത്. എഴുന്നള്ളിക്കുന്ന വാദം വയനാട്ടിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. നോട്ടീസ് വെക്കാം. ഞാൻ അന്വേഷിച്ച് ഷിജു ഖാന്റെ നേതാവ് പി ജയരാജൻ 8 മണി വരെ ഞാൻ തയ്യാറാണ് അഭിലാഷേ. എപ്പോ വേണമെങ്കിലും ചർച്ച. ഇത്രേ ഉള്ളൂ. വരെ ഞാൻ ചർച്ച തയ്യാറാണ്. ഇന്ന് 8:50 എന്റെ ട്രെയിൻ പോയാലും കുഴപ്പമില്ല. ഈ എത്തിക്സ് ഇല്ലായ്മ, ധാർമ്മികതയ്ക്കെതിരായ കേൾക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ മനസ്സിലാവും ഇരട്ടത്താപ്പ് എന്താണ്, ഇരട്ടത്താപ്പ് എന്താണ് എന്ന് കേൾക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. സമ്പൂർണ്ണ ചാറ്റരുതാ ബന്ദർക്ക ബട്ട് ശ്രമിക്കുമ്പോ മതമൗലികവാദികൾ നിങ്ങൾ കുറെ കാലം കൊണ്ട് ആര് ചോദ്യം ചോദിച്ചാലും ഉടനെ വർഗീയ ചാപ്പ. അതൊക്കെ കാലം കഴിഞ്ഞു പോയി ഷിജു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? കേരളത്തിലെ ഹിന്ദുക്കളെയും അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. അതാണ് അഭിലാഷ് കൊടുക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കാം. തമ്മിലടിപ്പിക്കാൻ ഞാൻ കൊടുത്ത ഒരു ആഹ്വാനം പറയാമോ? നിലപാട് അടുങ്ങുമ്പോ വർഗീയത പറയുന്നതൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം. കുറച്ചുകൂടി വളരും. എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല. ഒരു സംവാദം തോക്കുമ്പോ ചോദ്യം ചോദിച്ച ആളെ വർഗീയവാദിയാക്കുന്നതൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. പറഞ്ഞിട്ടില്ല. അവനൊപ്പം ഞങ്ങൾ നിൽക്കും. മാതൃഭൂമിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ശരി, എനിക്ക് ഷിജു ഖാന്റെ സർട്ടിഫിക്കറ്റ് ഒട്ടും വേണ്ട. എനിക്ക് ഷിജു ഖാന്റെ സർട്ടിഫിക്കറ്റ് ഒട്ടുമേ വേണ്ട. അതോടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ച ഷിജു ഖാന്റെ സർട്ടിഫിക്കറ്റ് ഒട്ടുമേ വേണ്ട. അതുകൊണ്ട് നമുക്ക് മനുഷ്യരോടൊപ്പം അറിയില്ല. ചരിത്രമൊക്കെ എനിക്ക് ഷിജു ഖാനേക്കാൾ നന്നായി അറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷിജു ഖാനേക്കാൾ നന്നായിട്ട് ചരിത്രം എനിക്കറിയാം. അഭിലാഷിന്റെ കൈ മടക്കി വെച്ചാൽ അതന്നെ ഞാനും പറയുന്നുള്ളൂ. ഇറക്കപ്പെടുന്നവരോടൊപ്പം നിങ്ങൾ ഷിജു ഖാനും മടക്കി കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ എവിടെന്നാണ് ജേർണലിസം? ഞാൻ എവിടെന്നാ ജേർണലിസം പഠിച്ചത്? ഷിജു ഖാന് നന്നായിട്ട് അറിയാം. ആളൊരു മിടുക്കനാണ് തോന്നല്ലേ? സംശയമുണ്ടോ? തൊഴിലാണെന്റെ ചോറ്
ചോറാണ് എന്റെ തൊഴിൽ. ഈ ചർച്ചയിൽ അത്രേ നിങ്ങൾ മറച്ചു വെച്ചു. അത്രേ ഉള്ളൂ. നിങ്ങൾ അല്ല, മറച്ചു വെച്ചു. അത്രേ ഉള്ളൂ. ഈ ചർച്ച കേട്ടെങ്കിലും ഇപ്പോ താങ്കളുടെ ഷിജുഖാന്റെ വാദം കേട്ടിട്ടെങ്കിലും കേരളീയ സമൂഹത്തിന് അറിയാം, കേരളത്തിലെ ആളുകൾക്ക്, മുനമ്പത്തെ ആളുകൾക്ക് സമാധാനമാവട്ടെ. വളരെ നിർഭാഗ്യകരമാണ്. അഭിലാഷ് അറിയാതെയെങ്കിലും സംഘപരിവാർ നരേറ്റീവിന് ആനുപാതികമായിട്ട് അഭിലാഷ് സംസാരിച്ചു. അഭിലാഷിന്റെ മതേതര ബോധ്യത്തെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. മൂന്നാമത്തെ തവണയാണ് വഖഫ് വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നത്. കുമാര അനക്ക് ഇതായത് കുറച്ച് വർഗീയത കൂടുതലുണ്ട്. സർട്ടിഫിക്കറ്റ് നൽകാൻ മാത്രം ഈ KP നൗഷാദ് അലിയും ഷിജുഖാനും ഒക്കെ അത്രയും ആധികാരികത കാട്ടുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ 18 കൊല്ലം പണിയെടുത്ത സർട്ടിഫിക്കറ്റ് ഇപ്പൊ യൂട്യൂബ് നോക്കിയാൽ കിട്ടും. പാട്ടികളെ 18 കൊല്ലം ഞാൻ പണിയെടുത്തത്. കേരളത്തിന്റെ മതനിരപേക്ഷ ബോധത്തെ, കേരളത്തിന്റെ മതനിരപേക്ഷ ബോധത്തെ ഉയർത്തിപ്പിടിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ ആര് പറഞ്ഞതിനേക്കാളും വർഗീയവാദത്തിനെതിരെ ശക്തമായ നിലപാടുകളുണ്ട്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാം പാട്ടികളെ.